വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ക്രൂശിലെ നാലാമത്തെ മൊഴിയായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ മത്തായി 27 അധ്യായം 45-46 വാക്യങ്ങളാണ്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തു യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. 4 അധ്യായ ഈ ഭാഗം തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 33-34 വാക്യത്തിൽ ഇപ്രകാരം വായിക്കാവുന്നതാണ്. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്തു യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന അർത്ഥമുള്ള എലോഹി എലോമി ലമ്മ ശബത്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ക്രൂശിൽ വെച്ച് കർത്താവ് ഉച്ചരിച്ച 4ാമത്തെ മൊഴി ഒട്ടനവധി ചോദ്യങ്ങളും കുറ്റാരോപണങ്ങളും ഇളക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന വാക്കുകളിൽ ധ്വനിക്കുന്ന നിരാശ്രയത്വം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് ഉളവാക്കിയിട്ടുണ്ട്. എന്നാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള രേഖകളിൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായ വാക്യം 1000 പൊൻനാണ്യങ്ങളെക്കാൾ വിലയുള്ളത് തന്നെയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന വാക്യങ്ങളിൽ പ്രകടമാകുന്നത് നിറഞ്ഞു കവിയുന്ന നിരാശയാണെന്ന് ആദ്യ കേൾവിയിൽ ആർക്കും തോന്നിപ്പോകും. മാനവരാശിയെ രക്ഷിപ്പാൻ സന്നദ്ധനായ ലോകരക്ഷകൻ ഒരു നിസ്സാരനെ പോലെ മുറയിടുകയെന്നോ? നിശ്ചയമായും ഇത് ദൈവം പരിത്യജിച്ച നിരാശനായ ഒരു മനുഷ്യാത്മാവിൻ്റെ ദയനീയ ശബ്ദമാണ് എന്നിങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിശയിപ്പാൻ ഒന്നുമില്ല. ദൈവം കൈവിട്ടുകളഞ്ഞ ഒരാളിൻ്റെ ദീനരോദനം ഇതിൽ ധ്വനിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടും കേട്ടുകൊണ്ട് സമീപത്ത് നിന്ന ശതാധിപനുണ്ടായ അഭിപ്രായം മറ്റൊന്നായിരുന്നു. ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സത്യം. മർക്കോസ് 15 അധ്യായം 39 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂശിൽ നിന്നുള്ള 4ാം വചനം സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ മശിഹാ പ്രവചനങ്ങൾ ഉൾപ്പെട്ട ഒന്നാണ്. പഴയ നിയമത്തിലെ മശിഹാ പ്രവചനങ്ങളുടെ ആധാരരേഖകൾ പരിശോധിക്കുന്ന ഒരാളിന് 2 വിഭിന്ന മാർഗത്തിലുള്ള ഗതിവിശേഷങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരു ഭാഗം രാജപദവിയുള്ളതാണ്. അവന് ആധിപത്യവും അവന് രാജ്യത്വം നശിച്ചു പോകാത്തതുമായിരുന്നു. എന്നാൽ രണ്ടാമതായി നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരിക്കുന്ന യഹോവയുടെ ദാസൻ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു. അവനെ കാണുവാൻ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുന്നു. അനേകരുടെ പാപക്കടങ്ങളെ വഹിച്ച് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ അവൻ മനുഷ്യ അവതാരത്തെയും കഷ്ടാനുഭവത്തെയും വ്യക്തമായി വിവരിക്കുന്ന 100-ൽ പരം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ക്രൂശിലെ അന്ധകാര നിമിഷങ്ങളിൽ ഈ വാക്യം കാൽവരിയിൽ മുഴങ്ങിക്കേൾക്കുന്നതുവരെ ഈ വാക്യത്തിൻ്റെ അർത്ഥം നിഗൂഢമായ തിരശ്ശീലയ്ക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ആസന്ന മരണനായ അരമരക്ഷകൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ 4ാമത്തെ വചനമാണല്ലോ ഇത്. തുടർന്ന് 3 വാക്യങ്ങൾ കൂടെ കർത്താവ് ഉച്ചരിക്കുകയുണ്ടായി. അങ്ങനെ കാൽവരിയുടെ കാൽപാദത്തിൽ പൂത്തുകാച്ച 7 ഫലങ്ങളുടെ മധ്യസ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇത്. ആദ്യത്തെ 3 വാക്യങ്ങൾ ഇതരന്മാരുടെ ആവശ്യങ്ങളെ ചൊല്ലിയുള്ളതായിരുന്നു. അവസാനത്തെ 3 ക്രിസ്തുവിനെ മാത്രം ബാധിക്കുന്ന വിഷയമായിരുന്നു. എന്നാൽ 7 മധ്യത്തിൽ നിൽക്കുന്ന ഈ വാക്യം ആദിയെയും അന്തത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. നാം പുറകോട്ട് തിരിഞ്ഞ് യേശുരക്ഷകൻ്റെ ജീവിത വൃത്താന്തങ്ങൾ സൂക്ഷിച്ച് പരിശോധിക്കുമ്പോൾ അവിടുന്ന് പാപരഹിതനായ ഒരു ദിവ്യനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ഉത്ഭവിച്ചത് എന്ന് യോഹന്നാൻ 1 അധ്യായം 13 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും മുൻനിർണയപ്രകാരം സംഭവിച്ചതും നരവംശരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതവുമായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനാണ് അവൻ മനുഷ്യനായി അവതരിച്ചത്. ക്രൂശിൽ 6 മണിക്കൂറുകൾ നമ്മുടെ അരുമരക്ഷകൻ നിസ്സഹായനായും നിന്ദിതനായും തൂങ്ങിക്കിടക്കേണ്ടി വന്നു. ഈ ഘട്ടത്തെ ദിവ്യനിർണയപ്രകാരം 2 സമവിഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു.
3 മണി മുതൽ 6 മണി നേരം വരെ, അതായത് ഇന്ന് 1 മണി മുതൽ ഉച്ചയുടെ 12 മണി വരെ സൂര്യൻ ക്രൂശിൽ പ്രകാശം വീശുന്നു. എന്നാൽ പെട്ടെന്ന് അന്തരീക്ഷം കാർമേഘങ്ങളാൽ മൂടിപ്പെട്ടു. 6 മണി മുതൽ 9 മണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 12 മണി മുതൽ 3 മണി വരെ ദേശത്തെങ്ങും ഇരുട്ട് വ്യാപിച്ചു. സൂര്യൻ മുഖം മറച്ചു കളയുകയും പ്രകാശം അന്തരീക്ഷത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു. ഉച്ച സമയം അർദ്ധരാത്രി പോലെ കറുത്തിരുണ്ട് പോയി. ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ 3 മണിക്കൂറുകൾ കഠിന വേദനയോ യാതനയോ അനുഭവിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കുക പോലും ദിവ്യരക്ഷകന്റെ അതിരങ്ങളിൽ നിന്ന് അടർന്നു വീണിട്ടില്ല. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലായി കൊടുക്കുക എന്നുള്ളതാണല്ലോ യേശുവിൻ്റെ അവതാര ലക്ഷ്യം. അത് നമ്മുടെ പാപത്തിൻ്റെ ഭവിഷ്യമായ ദൈവക്രോധം തൻ്റെ മേൽ ഏറ്റുകൊള്ളുക എന്നല്ലാതെ മറ്റൊന്നുമല്ല. ഈ കഠിന വൃതിയുടെ നിമിഷത്തിലും യേശു കർത്താവ് വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കരങ്ങൾ നീട്ടി പിതാവിനെ കടന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ന്യായപ്രമാണത്തിൻ്റെ ശാപം സ്വയം ഏറ്റുകൊള്ളുക മാത്രമല്ല, അതിൻ്റെ കൽപ്പനകൾ കൂടെ അനുസരിക്കുക എന്നത് രക്ഷാനായകൻ്റെ അവതാര ലക്ഷ്യമായിരുന്നു. തലേ രാത്രി കർത്താവ് പ്രസ്താവിച്ചത്, പിതാവേ, എനിക്ക് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്നാണ്. പ്രതിഹിതം ശിരസാ വഹിച്ചുകൊണ്ട് കഠിന വേദനയുടെ മധ്യത്തിൽപ്പെട്ട് ചതഞ്ഞു ഉടഞ്ഞപ്പോഴും അവിടുന്ന് പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നാണ്. പുഴുവും കൃമിയുമായ മനുഷ്യ, നിന്റെ ജാമ്യക്കാരനും പ്രതിപുരുഷനുമായ കർത്താവ് എത്ര അനുസരണയുള്ള മനുഷ്യനായിരുന്നു എന്ന് നോക്കുക. അല്പസമയത്തെ ജഡീക ലോകങ്ങൾക്ക് വേണ്ടിയല്ലോ, നിലനിൽപ്പിന് വേണ്ടിയോ നീ ജീവദായകനെ തള്ളിക്കളയുന്നുവെങ്കിൽ ദൈവത്തെ അനുസരിപ്പാൻ കഴിവില്ലെങ്കിൽ ദൈവഭക്തിയുടെ വില എന്ത്? കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് നാം പറയുമോ? കർത്താവ് ഗത്ശമനയിൽ വച്ച് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ശക്തിപ്പെടുത്തുവാൻ ആകാശത്തു നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് വാളിന് മുനയുടെ മുമ്പിൽ വച്ചായാലും പിതാവിൻ്റെ ഇഷ്ടം തന്നെ ചെയ്യുവാൻ പ്രതിഷ്ഠ ചെയ്യുന്ന ദൈവമക്കളെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഭൂമിയിലേക്ക് ആഗതരായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണഭംഗരമായ ജീവിത മോഹങ്ങളിൽ ഉറച്ചുപോയ നമ്മുടെ പാപഹൃദയത്തെ അവിടെ നിന്നും പറിച്ചെടുത്ത് കർത്താവിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 141 പാട്ടിൻ്റെ 1